ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പേടിക്കേണ്ടത് ഈ അന്വേഷണത്തിനൊന്നുമല്ല. ഇവന്മാര് പറയുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവര് എല്ലാവരും കൂടെ സംഘടിച്ച് ഒരു മാർച്ചോ ജാഥയായിട്ട് പുറത്തിറങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ കുഴയാൻ പോകുന്നത്. അമ്മേ, എന്റെ ബർത്ത്ഡേ എല്ലാ കൊല്ലം ആഘോഷിക്കോ? പിന്നെ മോന്റെ ബർത്ത്ഡേ എല്ലാ കൊല്ലവും ആഘോഷിക്കും. ഞാൻ വലുതായാലും മോൻ എത്ര വലുതായാലും മോന്റെ ബർത്ത്ഡേ ഈ അമ്മ ആഘോഷിക്കും കേട്ടോ. സത്യം? സത്യം. Happy birthday to you. Happy birthday ഏട്ടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അച്ഛാ, Happy birthday. ശരവണ, ശരവണ, ഈ കേക്ക് പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്ക്. ശരി ശരി. അച്ഛാ, ഇങ്ങോട്ട് വന്നേ. ശരവണ, ഇങ്ങോട്ട് വാടാ. എന്താ ശരവണ? അങ്ങനെ സൂപ്പർ സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ. ശരവണ, വാടാ വാടാ. സർ 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 ഒരു മിനിറ്റ്. സർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സർ. സർ സർ വരൂ സർ. എന്താ സ്വാമി? സാർ ഒന്ന് നോക്കി. കർഷകരെയും കൃഷിഭൂമിയെയും വിഴുങ്ങാനെത്തിയ പുതുപുത്തൻ മാഫിയ ജെആറിനെ കുറിച്ച് പരാതികൾ പ്രവഹിക്കുന്നു. പ്രസിദ്ധ ഇൻഫ്ലുവൻസർ അനന്തൻ തുടങ്ങിവെച്ച ജെആറിന്റെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചുള്ള അന്വേഷണം വിവിധ ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനിടെ മന്ത്രിതലത്തിലേക്കും മുഖ്യമന്ത്രി തലത്തിലേക്കും ജെആറിനെ കുറിച്ചുള്ള പരാതികൾ പോയതായും സൂചന. എന്ത് തന്നെയായാലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം വരും നാളുകളിൽ ചൂട് പിടിക്കാനാണ് സാധ്യത. വാർത്താശകലം അവസാനിച്ചു. ഇത് മാത്രമല്ല, ഒരുപാട് ചാനലുകളിൽ ഇത് ന്യൂസ് പോകുന്നുണ്ട്. അപകടമാണല്ലേ സ്വാമി? യെസ്. ജെആറിന്റെ കാല് ഹരിയുടെ ശ്വാസനാളത്തിലുണ്ട്. പക്ഷേ അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് സൂചന. അന്വേഷണങ്ങൾ നടന്നോട്ടെ സ്വാമി, അതൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല. പേടിക്കേണ്ടത് ഈ അന്വേഷണത്തിനൊന്നുമല്ല.
ഇവന്മാര് പറയുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവര് എല്ലാവരും കൂടെ സംഘടിച്ച് ഒരു മാർച്ചോ ജാഥയായിട്ട് പുറത്തിറങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ കുഴയാൻ പോകുന്നത്. സ്വാമിയുടെ അഭിപ്രായത്തില് ഇതെങ്ങനെ അവസാനിപ്പിക്കണ്ടേ? സർ, ഞാനാണെങ്കിൽ ഒരു കോംപ്രമൈസിനെ ശ്രമിക്കുള്ളൂ. പക്ഷേ എനിക്കതിന് ശീലമില്ല സ്വാമി. എന്നെ തോൽപ്പിച്ചവരോട് എനിക്ക് ജയിക്കുക തന്നെ വേണം. ഏതായാലും എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് നന്നായി. ഇങ്ങോട്ടെന്തെങ്കിലും തരുന്നവർക്ക് അങ്ങോട്ടെന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ സ്വാമി. അല്ല സർ. സ്വാമി, ചിലരെ നമ്മൾ വല്ലാതെ സ്നേഹിച്ചു പോവും. എനിക്ക് ചിലരോട് വല്ലാത്തൊരു ഇഷ്ടമാ. സ്വാമി വന്നേ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ. എൻജോയ്. എന്താ ജ്യോതി? നിത്യേച്ചി, നിത്യേച്ചിയോട് അച്ഛനൊന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിന്? എനിക്കറിയില്ല. അവിടെ ഒരു പാർട്ടി നടക്കല്ലേ, അങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. പറയാനുള്ളത് അച്ഛനോട് വന്ന് നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ഞാൻ വരില്ല. അച്ഛൻ വന്ന് നേരിട്ട് വിളിച്ചാലും ഞാൻ വരില്ല. ഇത്രയും കാലം നിന്ന വീടല്ലേ, അച്ഛൻ മാത്രമല്ലല്ലോ, അമ്മയുണ്ടല്ലോ അവിടെ. അല്ലെങ്കിൽ സുജാതാമ്മയുടെ അടുത്തുനിന്ന് മാറാൻ പാടില്ല എന്ന് പറയുമല്ലോ. അമ്മ വീഴുമ്പോ താങ്ങും, എടുത്ത് കിടത്തും, എന്തൊക്കെയായിരുന്നു. ജ്യോതി, അല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ മോള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അല്ല ഇത്ര പെട്ടെന്ന് വാചകങ്ങളൊക്കെ ഷാർപ്പാക്കാനേ, ഈ പെട്ടെന്ന് എല്ലാരും ദേഷ്യം പിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ അതൊരു പ്രത്യേക ടാലന്റ് തന്നെയാ. അതുകൊണ്ട് ചോദിച്ചത്. ഓ, ഹരിയേട്ടൻ എന്നെ കളിയാക്കിയതാണോ? മധു